സോ അനുമോൾ ജിസേൽ വഴക്കിനിടയിൽ അനുമോൾ ജിസേലിനെ അടിച്ചെന്നും അതിനെതിരെ ബിഗ് ബോസിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻ നടപടി എടുക്കാത്തതിന്റെ പ്രതിഷേധമായിട്ട് നെവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ക്വിറ്റ് ചെയ്തു എന്നുമുള്ള ഒരു കരക്കമ്പി കേൾക്കുന്നുണ്ട്. കാരണങ്ങൾ അത്ര വ്യക്തമല്ലെങ്കിൽ പോലും നെവിൻ എന്തായാലും ബിഗ് ബോസിന്റെ തീരുമാനത്തിൽ സംതൃപ്തനാകാതെ ഒരു ആർഗ്യുമെന്റ്സ് ബിഗ് ബോസുമായി നടന്നെന്നും അതിന്റെ പരിണിത ഫലമായി നെവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ക്വിറ്റ് ചെയ്തു എന്നുള്ള കാര്യം സത്യമാണ്. അതുപോലെ തന്നെ അനുമോളും ജിസേനും തമ്മിൽ ഒരു വലിയ വഴക്ക് നടന്നു എന്നുള്ള കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, അധികം ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. എന്താണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇത് ചർച്ചയായി വരുന്നുണ്ട്, നാളെ ലൈവിൽ കാണാൻ സാധിക്കും. ഈ ഒരു സീസണിലേക്ക് വന്നത് മുതൽ ജിസേലും അനുമോളും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങിയതാണ്. ഓരോ കാരണങ്ങൾ പറഞ്ഞു ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് തുടങ്ങിയ ഒരു വഴക്കാണ്. അത് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ആയി, പിന്നെ പല പ്രശ്നങ്ങളായി. മെയിൻലി നമ്മുടെ അനുമോൾ തന്നെയാണ് എല്ലായിടത്തും ഈഗോയും അല്ലെങ്കിൽ കുശുമ്പും വെച്ച് ജിസേലിനെതിരെ പല രീതിയിൽ പ്രതികരിച്ചത്. ജിസേൽ അത് അത്ര കാര്യമാക്കി എടുക്കുന്നില്ല. ചില അവസരങ്ങൾ കിട്ടുമ്പോൾ പ്രതികരിക്കും എന്നതല്ലാതെ അനുമോളെ പോലെ അത്രയും കുശുമ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും വെച്ചിട്ട് പ്രതികാരം ഈഗോ എന്നും വെച്ചിട്ട് നടക്കാറില്ല. എന്താണെങ്കിലും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരികയായിരുന്നു. അപ്പം ഇന്നും അതുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസവും നടക്കുന്നുണ്ടായിരുന്നു. ഇവര് തമ്മിൽ പല ആർഗ്യുമെന്റ്സും. അതുപോലെ തന്നെ അനുമോൾ ഇപ്പൊ മൊത്തത്തിലൊരു ഒറ്റപ്പെടൽ നാടകമൊക്കെ നടത്തി വരികയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നാളെ ഓൾറെഡി നമ്മുടെ നെവിനും അതുപോലെ തന്നെ ജിസേലും സ്വേച്ഛാധിപതികളായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുകയാണല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇവര് തമ്മിൽ എന്തോ സംസാരം നടക്കുകയും ഇവര് മൂന്നുപേരും ഈ ഒരു വഴക്കിനുള്ളിൽ വരുന്നുണ്ടെന്നും അപ്പൊ ആ ഒരു വഴക്ക് വലിയ രീതിയിൽ പോവുകയും ചെയ്തതിനിടയിൽ എന്തോ കശപിശ ഉണ്ടായി എന്നൊക്കെയാണ് കേൾക്കുന്നതും അറിയാൻ സാധിക്കുന്നതും. അതിനിടയിൽ അടിച്ചെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതത്ര കാര്യമായിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല, അതത്ര വലിയ സംഭവമായിട്ട് വരുന്നില്ലെന്ന് തോന്നുന്നു. നമ്മൾ കേൾക്കുന്നതെല്ലാം സത്യമാകണമെന്നില്ലല്ലോ. എന്താണെങ്കിലും അങ്ങനെ ഒരു ശ്രുതി കേൾക്കുന്നുണ്ട്. അപ്പം അതിനെതിരെ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ഒരു വലിയ രീതിയിലുള്ള ഒരു ആക്ഷനോ നടപടിയോ ഒരു ഫിസിക്കൽ അസാൾട്ടിൽ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞൊരു ആർഗ്യുമെന്റ്സ് നെവിൻ നടത്തുന്നു. ബിഗ് ബോസുമായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ്സിൽ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നുള്ള ഒരു പ്രതികരണത്തിൽ അത്ര സംതൃപ്തനല്ലാതെ അതിലോട് ദേഷ്യപ്പെട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു സീസൺ 7 നിന്നും നെവിൻ ക്വിറ്റ് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിപ്പോ സംഭവം ഉള്ളതാണെന്നുണ്ടെങ്കിൽ പോലും ജിസേലും അനുമോളും തമ്മിലുള്ള പ്രശ്നം നെവിനും ഉണ്ട് എങ്കിൽ പോലും അനുമോൾ ജിസേലിനെ അടിച്ചു എന്നും പറഞ്ഞു അതിന് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ഒരു ആക്ഷൻ എടുത്തില്ല എന്നും പറഞ്ഞ് നെവിൻ എന്തിനാണ് ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ബിഗ് ബോസിനോടുള്ള ഒരു ആർഗ്യുമെന്റ്സിൽ പുറത്തേക്ക് പോയത് എന്ന് വ്യക്തമാകുന്നില്ല. എന്താണെന്നുണ്ടെങ്കിലും അതൊരു വൻ മണ്ടത്തരം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് നെവിൻ പുറത്തു പോകേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു സീസണിൽ അത്യാവശ്യം ഒരു ഫണ്ണായിട്ടൊക്കെ നെവിൻ മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു. ഒരു ബിഗ് ഗെയിമർ നിലയിലൊന്നും വലിയ കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ പോലും മൊത്തത്തിൽ ആ ഒരു ഹൗസിനുള്ളിൽ ഓളം വെച്ച് ഒരു ഫൺ എലമെന്റ്സ് ഒക്കെ നടത്തി പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് നമുക്ക് പറയാമായിരുന്നു. ഇപ്പൊ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് വേറെ എന്തിനോ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ തൻ്റെതായിട്ട് അല്ലെങ്കിൽ തന്നെ ബാധിക്കുന്നില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അതൊരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൽ പ്രോപ്പർ ആയിട്ടുള്ള കാരണങ്ങളും എല്ലാം അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നെവിൻ എന്താണെന്നുണ്ടെങ്കിൽ ഈ സീസണിൽ നിന്ന് ക്വിറ്റ് ചെയ്തു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.